തുറക്കുമ്പോ തന്നെ ഒരു മണം വരുന്നില്ല. ആ മണം വല്ലാത്തൊരു മണാണ് കേട്ടാ. ഹായ് ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഹാപ്പി റംസാൻ 11 ഭാവമോചനത്തിന്റെ 10 കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. കാരണം ഇതുവരൊക്കെ ഇങ്ങോട്ട് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമായി. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ എന്റെ കുറച്ച് വിശേഷങ്ങളാണ് എന്റെ വീഡിയോസില്. അപ്പൊ ഇതൊന്ന് സൺഡേയും കൂടി അല്ലേ, ഇന്ന് നോമ്പാണ്, 11ാമത്തെ നോമ്പാണ്. അപ്പൊ സൺഡേ വിശേഷങ്ങളുമായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിരിക്കുകയാണ്. അപ്പൊ വീഡിയോ ആയിട്ട് പോയി നമുക്കപ്പൊ ഇന്ന് എന്റെ സ്പെഷ്യലായിട്ട് ബിരിയാണി വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ അപ്പൊ ഇതാ ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടാ. ഇക്ക കൊണ്ടുവന്ന് തന്നിട്ട് പോയി കേട്ടാ. തക്കാളി റീറ്റുണ്ട് കേട്ടാ. ഇത് തക്കാളി ഉണ്ട് കേട്ടാ, എടുത്തു വെച്ചിട്ടില്ല. പിന്നെ അതാ ചിക്കൻ കേട്ടോ. ചിക്കൻ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കട്ടോ. പിന്നെ ഇതെന്താ കൊണ്ടുവന്നിക്കണേ നോക്കട്ടെ. ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടാ. ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ചിക്കന് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുകയാണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വെക്കുക. ഞങ്ങൾക്ക് വലിയ കഷ്ണങ്ങളാക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ അതിൽ തേയിലും പീസുകളൊക്കെ എടുത്തിട്ട് ഞാൻ ഇത് ബിരിയാണി വെച്ചു. ബാക്കിയുള്ള ചിക്കൻ അങ്ങോട്ട് പൊരിക്കാനും വെക്കും കേട്ടോ. ചിക്കന് പൊരിക്കാനും വെക്കാം കേട്ടോ. ഒരു കോഴിനെ അങ്ങനെയാണ് വാങ്ങിച്ചാണ്. പച്ച സ്മെല്ല് പോകും കേട്ടോ. ഞാന് മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഈ 3 ഉപ്പിട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാം. ഇപ്പം അധികം അതിന് പ്രശ്നം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി മിക്സിയിൽ ഞാൻ അരച്ചെടുക്കട്ടെ. എല്ലാതും ഞാൻ ശരിയാക്കി വെച്ചിട്ട് ഒത്തിരി നേരമായിട്ട് ഒഴിക്കാൻ അങ്ങോട്ട് വന്നില്ല. അപ്പൊ വെളുത്തുള്ളിയും ഇഞ്ചി കേട്ടോ സെപ്പറേറ്റ് ആക്കിയിട്ട് പൊടിച്ച് എടുക്കാനാണ്. ബീഫാണോ ചിക്കനാണോ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചെറിയുള്ളിയൊക്കെ അങ്ങോട്ട് തൊലിച്ചു. ബീഫാണെങ്കിൽ ചെറിയുള്ളി കൊടുക്കാം. വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളി വെച്ചപ്പോഴത്തേനും കരച്ചിലൊക്കെ വന്നു. കരയാൻ തുടങ്ങിയിട്ടാ. കാരണം ഉള്ളിമ്മ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, കരച്ചിലങ്ങോട്ട് വരും കേട്ടോ. അത് അങ്ങനെ ആയിപ്പോയിട്ടോ. കാരണം വല്ലാത്തൊരു ഉള്ളിമ്മ ഏത് കാലത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വെള്ളത്തിലിട്ട കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കിയിട്ടില്ല കേട്ടോ. ഉള്ളിമ്മ തൊട്ട എന്നും ഈ കരച്ചിൽ തന്നെ. അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ചട്ടിയല്ല, സൂപ്പർ ചട്ടി. ഈ ചട്ടിക്ക് വേണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചട്ടിയുടെ കാര്യം. കാരണം അതിന്റെ ചട്ടിയൊന്ന് മാറ്റിക്കൂടെ, ചട്ടിയൊന്ന് വേറെ വാങ്ങിക്കൂടെ. ചട്ടിക്ക് അധികം റേറ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഈ ചട്ടീനെ എന്താന്ന് അറിയില്ല കേട്ടോ. എനിക്കും ഒഴിവാക്കാൻ തോന്നിയില്ല. ഞാൻ ഇതിനെ പിടിച്ച് അങ്ങനെ നിൽക്കാണ് കേട്ടോ. വേറെ ചട്ടികളുണ്ട്, എന്നാലും ഇതിനെ പൊരിച്ചാൽ വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് ആണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. ഇത് വെള്ളം ഞാൻ 1 കിലോ അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ വറ്റിച്ചിട്ട് അതിലോട്ട് കൊട്ടലാണ്. അങ്ങനെ ഒന്ന് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ടീസ്പൂൺ നെയ്യ് കേട്ടോ. 2 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഇതാ. ഞാൻ 1 കിലോ അരിയാണ് വെക്കുന്നത് കേട്ടോ. 1 കിലോ അരിക്കുള്ളത് ഇതാ
3 ഏലക്കായി 5-6 പട്ട. ഇത്ര തോനെയൊന്നും വേണ്ട റബ്ബേ. ഇതാ അതിലോട്ടുണ്ട് ഇടുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് മൂടി വെക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട അതവിടെ തിളക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പത്തെ അടുപ്പില് ചിക്കനെ പൊരിച്ചെടുക്കട്ടോ. 1/2 മണിക്കൂർ അരി കുതിർത്താൻ വേണ്ടി വെക്കണം കേട്ടാ. വെള്ളം തിളക്കുമ്പോഴേക്കും അരി ചട്ടിക്കൊന്നും പറയരുത് കേട്ടോ. ചട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ചട്ടിയാണ്. എന്റെ ചട്ടി തന്നെയാണ് കേട്ടോ. പക്ഷെ ഈ ചട്ടിക്ക് കുറ്റം പറയരുത് കേട്ടോ. കാരണം ഇങ്ങനത്തെ 2 ചട്ടി വേറെ ഉണ്ട് കേട്ടോ, പുതിയത്. പക്ഷെ ഈ ചട്ടിയില് പൊരിച്ച പെട്ടെന്നാവും. ഇത് കട്ടില്ലാത്തൊരു സൈസ് ചട്ടിയാണ്. ഇതുപോലെ കട്ടില്ല. അപ്പോഴേക്കും നമ്മളെ ചിക്കന് നമുക്ക് പൊരിച്ചെടുക്കാം. വെള്ളം തിളക്കുമ്പോഴേക്കും അരി വാർത്ത് വെക്കാം. നമ്മളെ ചിക്കന്റെ മണം വരുന്നുണ്ട് ഗൈസ്. ചിക്കന്റെ മണം ഇതില് കേക്കോ കേട്ടോ, ഇതില് കേക്കോ. അവിടെ ഭയങ്കര ചൂടാലടേ. അപ്പൊ ഇതില് കേക്കും പറയാനേ കേട്ടോ. അപ്പൊ ബിരിയാണിക്ക് എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എനിക്കും ഒരു ബോധമില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ എന്തൊക്കെ ചെയ്തു. ഇതാ ചിക്കൻ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഇതാ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം വേണോ? ബിരിയാണി വെക്കുമ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ചിക്കൻ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ എണ്ണയാണ് വെള്ളം തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ കിടക്കുന്നുണ്ട് ചിക്കന്. അപ്പൊ ആപ്പിൾ 2 കഷ്ണങ്ങളും അർപ്പിട്ട് കാരണം ഞങ്ങൾ അധികം ഫ്രൂട്ട്സ് കൊണ്ട് ഇക്കാനൊക്കെ എന്നും ഈ ഒരു ഫ്രൂട്ട്സ് തന്നെയുണ്ട്. പിന്നെ സപ്പോർട്ടുണ്ട്. പഠിച്ചോനെ അരി നടക്കുന്നുണ്ടല്ലോ. 1 കിലോ വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്കും അരി ഓർമ്മ വെക്കാം. അപ്പോഴേക്കും ഇതാ വെള്ളം തിളക്കിട്ടോ. നമുക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ. ഞാൻ ചെറുനാരങ്ങ വയ്ക്കൂട്ടോ. ചെറുനാരങ്ങ അപ്പൊ റൈസ് എന്നിട്ട് കട്ട പിടിക്കാതെ ഒട്ടാതെ നിൽക്കും കേട്ടാ. ഈ ടൈമില് മസാലകളൊക്കെ വാട്ടേണ്ടി കേട്ടോ. മസാല എന്താ? ഉള്ളി, തക്കാളി, ഇഞ്ചി, അത് അവിടെ ഞാൻ നന്നായിട്ട് ആട്ടെ. ഇടയ്ക്ക് നമുക്ക് ഏക്കാൻ പോകട്ടാ. എപ്പോഴും ഇടയ്ക്ക് കൊടുക്കണം. കട്ട പിടിക്കട്ടാ. പിന്നെ 11ാമത് നോമ്പ് ചെയ്യുന്നത് ആൾക്കുണ്ടെന്നൊക്കെ ഇവിടെ കുഴപ്പമില്ല. അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അവിടെ കുറച്ചേ മതിട്ടാ. കാരണം അങ്ങനെ ചിക്കൻ കുറച്ച് എണ്ണ വെച്ചുട്ടോ. ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഞാനിതാ ഇഞ്ചി, വെളുത്തുള്ളി നല്ലോണം പച്ചമണം പോണം കേട്ടോ. നല്ലുള്ളൂ. കുറച്ച് ഉപ്പ്,
പച്ചമുളക് നല്ലോണം വഴണം കിട്ടി പച്ചമുളക് ഒന്ന് റെഡിയുടെ പച്ചമുളക് സ്മെല്ല് പോകുന്നത് നല്ലോണം മാറ്റി വേണം നമുക്ക് മറ്റുള്ള കാര്യം എടുക്കാം. നമുക്ക് ആ ഇതും കൂടി മാറ്റോ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊക്കെ വാട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തക്കാളി കൊടുക്കാം. തക്കാളി അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് ശരിയായിട്ടുണ്ട്. എത്ര മസാല കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ മസാല കിട്ടും കേട്ടോ. കാരണം മസാല ഉണ്ടാവും ചോറിക്ക് ടേസ്റ്റ് കൂടുന്നുണ്ട്. നന്നായിട്ട് ഇതാ 10 മിനിറ്റ് അടച്ചു വെച്ചത്. അതിന് നന്നായിട്ട് അതിന്റെ മസാലകളൊക്കെ ഇല്ലേ, മസാലകൾ നന്നായിട്ട് വാടണം കേട്ടോ. എരി ഉണ്ടാകാൻ പാടില്ല പറഞ്ഞിട്ട് പച്ചമുളക് നല്ല എരിയുള്ള മുളകാണ്. നല്ല എരിയൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഇനി എന്തൊക്കെ ഇടാന്ന് വിചാരിച്ചാൽ ആ തക്കാളിന്റെ ആ ഒരു ചൊയ് മൊത്തത്തിന് നല്ലോണം ഇങ്ങോട്ടും ബിരിയാണി മസാല 1 ടീസ്പൂൺ കേട്ടോ. 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഇതൊരു 1/2 ടീസ്പൂണ് ഗരം മസാല. പിന്നെ അതാ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മഞ്ഞളും മുളകും ഇടേണ്ട ആവശ്യമല്ല. ചിക്കനില് ഉണ്ട്. അതിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി മല്ലിച്ചപ്പ്, പുതിന, പിന്നെ തൈര്, കുറച്ച് തൈര്, പിന്നെ ബാക്കി ചെറുനാരങ്ങയുടെ നീര് കുറച്ചുണ്ടാകുന്നില്ലേ അത് കേട്ടാ. മസാല റെഡി കേട്ടാ. ഞാൻ ചിക്കൻ കണ്ടിട്ട് കേട്ടോ. ഒന്ന് ചിക്കന് ചൂടാക്കിട്ടോ അവിടെ കിടന്നിട്ട്. ചിക്കൻ ചൂടായി. നമ്മളെ ബിരിയാണി ഇതിലോട്ട് അങ്ങോട്ട് കൊട്ടുക കേട്ടോ. അങ്ങനെ എന്താ ബിരിയാണി കൊട്ടുമ്പോഴേക്കും ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പള്ളിക്കുന്ന്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ കൊട്ടല്. അങ്ങനെ ബിരിയാണി കൊട്ടി. അതാണ് ഈ വോയിസ് അങ്ങോട്ട് മാറ്റി പിടിച്ച കാരണം. ബിരിയാണി കൊട്ടുന്ന ടൈമിൽ ഭയങ്കര ബാങ്ക് കൊടുക്കലായിരുന്നു. കാരണം ഞാൻ ഈ ഒരു ബിരിയാണി വെപ്പ് 5 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്നായി. കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ 3 ഫ്രൂട്ട്സ് മാത്രമാണ് കേട്ടോ. പിന്നെ എന്താ കസ്കസ് കേട്ടോ. എനിക്കൊരു ക്ലാസ് എടുക്കാം. പൊട്ടാത്ത ക്ലാസ് എടുക്ക. അങ്ങനെ എന്തായാലും നമ്മൾ ബിരിയാണി സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടാ. തെറുക്കുമ്പോ തന്നെ ഒരു മണം വരുന്നില്ല. ആ മണം വല്ലാത്തൊരു മണാണ് കേട്ടാ. എരിവില്ല ഭാഗം കൂട്ടത്തില്ല. നെയ്ച്ചോറ് പോലെയുള്ള കൂട്ടുക കേട്ടോ. അപ്പൊ ഓനക്ക് കുറച്ച് ചോറ് എടുത്ത് വെക്കട്ടെ. ഓനക്ക് എരിവ് ഇഷ്ടമല്ല. ഓനക്ക് ഒരു ചിക്കൻ പൊരിച്ചോ കുറച്ച് നെയ്ച്ചോറ് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക. ഇത് ഓനക്കാണ് കേട്ടാ.
ബാക്കിയുള്ള ചോറിനെ നല്ല മണം ഉണ്ട് കേട്ടാ. അടിപൊളി ബിരിയാണി എന്നിട്ട് സെറ്റായി കേട്ടാ. അങ്ങനെ ബിരിയാണി സെറ്റ് ഇട്ടോ. അപ്പൊ നമുക്ക് നോമ്പറക്കാൻ പോവാട്ടോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ ചിക്കൻ പൊരിക്കേണ്ട സംഭവം ഇതുണ്ടോ, ചിക്കൻ ഇവിടെ ഉണ്ട്. അപ്പോഴേക്ക് ടൈമായിട്ടോ, നോമ്പറക്കേണ്ട ടൈമായി. അതുകൊണ്ട് പൊരിക്കലൊന്നും നടന്നില്ല. ഒരു നോമ്പറക്കുന്ന നേരത്തെ ഒരു വിരകലല്ലേ, ഒറ്റക്ക് ആളായതുകൊണ്ട് ആ വിരകലില് ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊക്കെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ഗസ്റ്റുകളും കാര്യങ്ങളൊന്നും പുറത്തുനിന്നില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ കഴിക്കാന്. അപ്പൊ നമുക്ക് പോകാം കേട്ടോ. ബാ 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 ബാ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കണ്ടേ? ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട്. പ്രത്യേകിച്ച് ഇതാ കസ്റ്റാർഡ് ഉണ്ട് കേട്ടോ. കസ്റ്റാർഡ് അടിപൊളി ടേസ്റ്റാണ് കണ്ടോ. കസ്റ്റാർഡ് ഉണ്ട്, വെള്ളുണ്ട്, പിന്നെ ഇതാ ബിരിയാണി. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്, നോമ്പുതുറ സ്പെഷ്യല്. അങ്ങനെ ഇതാ നോമ്പറന്ന് വന്നിക്കാണ് കേട്ടോ. പിന്നെ ഇതാ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോമ്പറന്ന് വന്നതും അതിൽ മസാലകളൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ നോമ്പറക്കുന്ന ടൈമിൽ എനിക്കിത് എടുക്കാൻ സാധിച്ചില്ല. കാരണം 5 മണി നേരത്താണ് ബിരിയാണി വെക്കാൻ ആരംഭിച്ചത്. പിന്നെ ബിരിയാണി വെക്കുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. അതൊന്നും മെയിൻറ്റ് ചെയ്യണ്ട. ഞങ്ങളങ്ങനെ വെള്ളം കുടിച്ച് പിന്നെ ആശ്വാസം പോലെ എന്നിട്ട് നോമ്പ് തുറന്നത്. അങ്ങനെ ഇതാ സ്വത്തുവിന് ഫുഡ് എടുത്ത് കൊടുത്ത് മോളേറ്റ് വാരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്ത്, അപ്പോഴേക്കും ക്ലീനിങ് ചെയ്യുന്ന നേരത്തെ ഒരു സംഭവം കണ്ടു കേട്ടോ. ബർഗർ ഞാൻ കൊണ്ടുവെക്കാൻ മറന്നതായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഇതും കൂടി കഴിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു കേട്ടോ.